ശ്രീലങ്കയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? യുണൈറ്റഡ് നാഷണൽ പാർട്ടി, ഫ്രീഡം പാർട്ടി. ശ്രീലങ്കൻ രാഷ്ട്രീയത്തിൽ ദീർഘകാലമായി ആധിപത്യം പുലർത്തുന്ന രണ്ട് പ്രധാന പാർട്ടികളാണ് യുണൈറ്റഡ് നാഷണൽ പാർട്ടി (UNP) യും ശ്രീലങ്ക ഫ്രീഡം പാർട്ടി (SLFP) യും. ഈ പാർട്ടികൾ ശ്രീലങ്കയുടെ ഭരണത്തിലും സാമൂഹിക സാമ്പത്തിക നയരൂപീകരണത്തിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, നാഷണൽ പാർട്ടി, ഇങ്കാത്ത ഫ്രീഡം പാർട്ടി, എക്കണോമിക് ഫ്രീഡം ഫൈറ്റേഴ്സ്. ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടിയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് (ANC). വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിലൂടെയാണ് ഇത് പ്രശസ്തമായത്. നാഷണൽ പാർട്ടിയാണ് മുൻപ് വർണ്ണവിവേചന നയങ്ങൾ നടപ്പിലാക്കിയിരുന്നത്. ഇങ്കാത്ത ഫ്രീഡം പാർട്ടി, എക്കണോമിക് ഫ്രീഡം ഫൈറ്റേഴ്സ് (EFF) എന്നിവയും പ്രധാനപ്പെട്ട മറ്റു പാർട്ടികളാണ്. യുകെയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? കൺസർവേറ്റീവ് ആൻഡ് യൂണിയനിസ്റ്റ് പാർട്ടി, ലേബർ പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളാണ് കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും. പരമ്പരാഗതമായി കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയുമാണ് മാറി മാറി ഭരണം നടത്തിവരുന്നത്. ഈ പാർട്ടികൾ ബ്രിട്ടന്റെ ആഭ്യന്തര, വിദേശ നയങ്ങൾക്ക് രൂപം നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. റഷ്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? യുണൈറ്റഡ് റഷ്യ പാർട്ടി, റോഡിന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി. റഷ്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് യുണൈറ്റഡ് റഷ്യ പാർട്ടി. റഷ്യൻ ഫെഡറേഷന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPRF, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് റഷ്യ, LDPR എന്നിവയും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളാണ്. റോഡിന ഒരു ചെറിയ പാർട്ടിയാണ്. ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഭാരതീയ ജനതാ പാർട്ടി, ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ഭാരതീയ ജനതാ പാർട്ടി (BJP) യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും (INC). കൂടാതെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, AITC, ബഹുജൻ സമാജ് പാർട്ടി (BSP) തുടങ്ങിയ നിരവധി പ്രാദേശിക, ദേശീയ പാർട്ടികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാണ്. പാകിസ്ഥാനിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? പാകിസ്ഥാൻ മുസ്ലിം ലീഗ്, പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ദീർഘകാലമായി സ്വാധീനം ചെലുത്തുന്ന രണ്ട് പ്രധാന പാർട്ടികളാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗും വിവിധ വിഭാഗങ്ങൾ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയും (PPP). രാജ്യത്തിന്റെ ഭരണഘടന രൂപീകരണത്തിലും ജനാധിപത്യ പ്രക്രിയയിലും ഈ പാർട്ടികൾക്ക് നിർണായക പങ്കുണ്ട്. റെഡ് ക്രോസ് ചിഹ്നം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? വൈദ്യസഹായത്തെയും ആശുപത്രിയുടെ ചിഹ്നത്തെയും. റെഡ് ക്രോസ് ചിഹ്നം അന്താരാഷ്ട്ര തലത്തിൽ വൈദ്യസഹായം, മാനുഷിക സഹായം, നിഷ്പക്ഷത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. യുദ്ധസമയങ്ങളിലും ദുരന്തങ്ങളിലുമെല്ലാം പരിക്കേറ്റവരെയും ദുരിതമനുഭവിക്കുന്നവരെയും സഹായിക്കാൻ ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മൂവ്മെന്റ് പ്രവർത്തിക്കുന്നു. ഇത് ആശുപത്രികളുടെയും ആംബുലൻസുകളുടെയും ഒരു പൊതു ചിഹ്നമായും ഉപയോഗിക്കുന്നു. ചുവപ്പ് പതാക എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? വിപ്ലവം അല്ലെങ്കിൽ അപകടം. ചുവപ്പ് പതാകയ്ക്ക് വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. രാഷ്ട്രീയപരമായി വിപ്ലവത്തെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളെയും ഇത് സൂചിപ്പിക്കുന്നു. അപകടം, മുന്നറിയിപ്പ് അല്ലെങ്കിൽ നിരോധനം എന്നിവയ്ക്കും ഈ നിറം ഉപയോഗിക്കാറുണ്ട്. കറുപ്പ് പതാക എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? പ്രതിഷേധ പതാക. കറുപ്പ് പതാക പലപ്പോഴും പ്രതിഷേധം, വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തോടുള്ള എതിർപ്പ് എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. അരാജകത്വ പ്രസ്ഥാനങ്ങളിലും ഇത് ഒരു പ്രധാന ചിഹ്നമായി ഉപയോഗിക്കാറുണ്ട്. വാഹനത്തിൽ കാണുന്ന മഞ്ഞ പതാക എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പകർച്ചവ്യാധി ബാധിച്ചവരെ വഹിക്കുന്ന വാഹനം. അന്താരാഷ്ട്ര തലത്തിൽ കപ്പലുകളിലും വാഹനങ്ങളിലും മഞ്ഞ പതാക ക്വാറന്റൈൻ അല്ലെങ്കിൽ പകർച്ചവ്യാധികളുടെ സാന്നിധ്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് ആരോഗ്യപരമായ മുന്നറിയിപ്പായി കണക്കാക്കപ്പെടുന്നു. തലകീഴായി പറക്കുന്ന പതാക എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? പ്രതിസന്ധിയുടെ അടയാളം. ഒരു രാജ്യത്തിന്റെ പതാക തലകീഴായി ഉയർത്തുന്നത് അതീവമായ ദുരിതം, അപകടം അല്ലെങ്കിൽ സഹായത്തിനായുള്ള അഭ്യർത്ഥന എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു പ്രതീകമാണ്.
താഴ്ത്തിക്കെട്ടിയ പതാക എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? ദേശീയ ദുഃഖാചരണത്തിന്റെ പ്രതീകം. ഒരു രാജ്യത്തിന്റെ പതാക കൊടിമരത്തിന്റെ പകുതി താഴ്ത്തിക്കെട്ടുന്നത് മരണപ്പെട്ടവരെ അനുസ്മരിക്കാനോ ദേശീയ ദുഃഖാചരണം പ്രകടിപ്പിക്കാനോ വേണ്ടിയാണ്. ഇത് രാജ്യത്തിന്റെ ആദരവ് പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. വെള്ള പതാക എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? സമാധാനത്തിന്റെയോ കീഴടങ്ങലിന്റെയോ പ്രതീകം. ചരിത്രപരമായി വെള്ള പതാക യുദ്ധത്തിൽ കീഴടങ്ങലിന്റെയോ വെടിനിർത്തലിന്റെയോ സമാധാനത്തിന്റെയോ പ്രതീകമായി ഉപയോഗിക്കുന്നു. ഇത് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു. ചുവന്ന ത്രികോണം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കുടുംബാസൂത്രണത്തിന്റെ പ്രതീകം. ചുവന്ന ത്രികോണം താഴേക്ക് ചൂണ്ടുന്ന രീതിയിൽ അന്താരാഷ്ട്രതലത്തിൽ കുടുംബാസൂത്രണ പരിപാടികളുടെയും ആരോഗ്യ സേവനങ്ങളുടെയും ഒരു അംഗീകൃത ചിഹ്നമാണ്. ഇത് ജനസംഖ്യാ നിയന്ത്രണത്തെയും ആരോഗ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു. പ്രാവുകൾ എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? സമാധാനത്തിന്റെ പ്രതീകം. ചരിത്രപരമായി ബൈബിളിലെ നോഹയുടെ പെട്ടകത്തിലെ കഥ മുതൽ പ്രാവുകൾ സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇത് പലപ്പോഴും സമാധാന സമ്മേളനങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ചുവപ്പ് ലൈറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപകടം അല്ലെങ്കിൽ ഗതാഗതം നിർത്താനുള്ള അടയാളം. പൊതുവായി ചുവപ്പ് ലൈറ്റ് അപകടം, നിർത്തുക അല്ലെങ്കിൽ മുന്നറിയിപ്പ് എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. ഗതാഗത നിയന്ത്രണത്തിൽ വാഹനങ്ങൾ നിർത്താൻ ഇത് നിർബന്ധമായും ഉപയോഗിക്കുന്നു. പച്ച ലൈറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗതാഗതം പോകാനുള്ള അടയാളം. പച്ച ലൈറ്റ് മുന്നോട്ടു പോകാൻ അനുമതി നൽകുന്നതിനെയോ സുരക്ഷയെയോ സൂചിപ്പിക്കുന്നു. ഗതാഗത സിഗ്നലുകളിൽ വാഹനങ്ങൾക്ക് യാത്ര തുടരാൻ ഇത് ഉപയോഗിക്കുന്നു. നീതിയുടെ പ്രാഥമിക ചിഹ്നം എന്താണ്? പലപ്പോഴും കണ്ണുകെട്ടി ഒരു തുലാസുമായി ചിത്രീകരിക്കുന്നത് ആരെയാണ്? ലേഡി ജസ്റ്റിസ് പലപ്പോഴും കണ്ണുകെട്ടി ഒരു കൈയിൽ തുലാസും മറുകൈയിൽ വാളുമായി ചിത്രീകരിക്കുന്നു. ലേഡി ജസ്റ്റിസ് റോമൻ ദേവതയായ ജസ്റ്റിഷ്യയിൽ നിന്ന് ഉത്ഭവിച്ച നീതിയുടെ രൂപകമാണ്. നീതിക്ക് പക്ഷപാതമില്ലെന്ന് സൂചിപ്പിക്കുന്നതാണ് കണ്ണുകെട്ട്. തുലാസ് തെളിവുകൾ വിലയിരുത്തുന്നതിനെയും വാൾ നീതി നടപ്പിലാക്കുന്നതിനെയും പ്രതിനിധീകരിക്കുന്നു. കൈയിൽ ധരിക്കുന്ന കറുത്ത കൈപ്പട്ടയോ കറുത്ത തുണിയോ എന്തിനെ സൂചിപ്പിക്കുന്നു? ദുഃഖം, പ്രതിഷേധം, വിലാപം എന്നിവയുടെ പ്രതീകം. കറുത്ത കൈപ്പട്ട സാധാരണയായി ദുഃഖം, ആദരാഞ്ജലികൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഷയത്തോടുള്ള പ്രതിഷേധം എന്നിവ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഇത് മരണം, നഷ്ടം അല്ലെങ്കിൽ പൊതുവായ അതൃപ്തി എന്നിവയോടുള്ള സമൂഹത്തിന്റെ പ്രതികരണത്തെ അടയാളപ്പെടുത്തുന്നു. രണ്ട് എല്ലുകൾക്ക് മുകളിലായി ഒരു തലയോട്ടിയുടെ ചിഹ്നം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? അപകടം, വിഷം അല്ലെങ്കിൽ സന്ധി ചെയ്യാത്ത സമീപനം, കടൽക്കൊള്ള. തലയോട്ടിയും അസ്ഥികളും ചേർന്ന ചിഹ്നം സാധാരണയായി അപകടകരമായ വസ്തുക്കളെ, പ്രത്യേകിച്ച് വിഷവസ്തുക്കളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ചരിത്രപരമായി ഇത് കടൽക്കൊള്ളക്കാർ ജോളി റോജർ പതാകയിൽ ഉപയോഗിച്ചിരുന്നു. ഇത് കീഴടങ്ങാത്ത പക്ഷം ആക്രമണം നടത്തുമെന്ന് സൂചിപ്പിക്കുന്നു. ചക്രചിഹ്നം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? പുരോഗതിയുടെ പ്രതീകം. ഇന്ത്യയുടെ ദേശീയ പതാകയിലുള്ള അശോകചക്രം ധർമ്മചക്രത്തെയും നിരന്തരമായ പുരോഗതിയെയും സൂചിപ്പിക്കുന്നു. ഇതിന് 24 ആരക്കാലുകളുണ്ട്. ഇത് ദിവസത്തിലെ 24 മണിക്കൂറുകളെയും ധർമ്മത്തിന്റെ 24 ഗുണങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ്? സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹമുദ്ര. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുള്ള സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. ഇതിന് 4 സിംഹങ്ങൾ പുറം തിരിഞ്ഞു നിൽക്കുന്ന രൂപമാണുള്ളത്. ഇത് ധൈര്യം, ശക്തി, ആത്മവിശ്വാസം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. അശോകചക്രവും സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യവും ഇതിൽ ഉൾപ്പെടുന്നു. ബെൽജിയത്തിന്റെ ദേശീയ ചിഹ്നം എന്താണ്? സുവർണ സിംഹം. ബെൽജിയത്തിന്റെ ദേശീയ ചിഹ്നം സുവർണ സിംഹമാണ്. ഇത് രാജ്യത്തിന്റെ ധീരയും ശക്തിയും പ്രതീകപ്പെടുത്തുന്നു. ബെൽജിയത്തിന്റെ ദേശീയ ചിഹ്നം അതിന്റെ പതാകയിലും ദേശീയ ചിഹ്നത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീലങ്കയുടെ ദേശീയ ചിഹ്നം എന്താണ്? സിംഹം. ശ്രീലങ്കയുടെ ദേശീയ ചിഹ്നം സിംഹമാണ്. ശ്രീലങ്കൻ പതാകയിൽ സിംഹത്തെ ഒരു വാളേന്തി നിൽക്കുന്ന രൂപത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഇത് സിംഹള വംശജരുടെ ശക്തിയെയും ധീരയെയും പ്രതിനിധീകരിക്കുന്നു. തുർക്കിയുടെ ദേശീയ ചിഹ്നം എന്താണ്?
ചന്ദ്രനും നക്ഷത്രവും, ചന്ദ്രക്കലയും നക്ഷത്രവും. തുർക്കിയുടെ ദേശീയ പതാകയിലും ചിഹ്നത്തിലും കാണുന്ന ചന്ദ്രക്കലയും നക്ഷത്രവും ഇസ്ലാമിന്റെയും രാജ്യത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. ഇത് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലം മുതൽ തുർക്കി സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ്. ഡെൻമാർക്കിന്റെ ദേശീയ ചിഹ്നം എന്താണ്? സിംഹം. ഡെൻമാർക്കിന്റെ ദേശീയ ചിഹ്നം സിംഹമാണ്. ഇത് ഡാനിഷ് രാജകുടുംബത്തിന്റെ ചരിത്രപരമായ ചിഹ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെൻമാർക്കിന്റെ ദേശീയ ചിഹ്നത്തിൽ 3 സിംഹങ്ങളെയും 9 ഹൃദയങ്ങളെയും ചിത്രീകരിച്ചിരിക്കുന്നു. നോർവേയുടെ ദേശീയ ചിഹ്നം എന്താണ്? സിംഹം. നോർവേയുടെ ദേശീയ ചിഹ്നം ഒരു കോടാലി കൈയിലേന്തിയ സിംഹമാണ്. ഇത് ധീരത, ശക്തി, രാജകീയ അധികാരം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. ഇത് നൂറ്റാണ്ടുകളായി നോർവേയുടെ രാജകീയ ചിഹ്നത്തിൽ ഉൾപ്പെടുന്നു. ബംഗ്ലാദേശിന്റെ ദേശീയ ചിഹ്നം എന്താണ്? ആമ്പൽ, ഷാപ്ല. ബംഗ്ലാദേശിന്റെ ദേശീയ പുഷ്പം കൂടിയാണ് ആമ്പൽ. രാജ്യത്തിന്റെ ജലാശയങ്ങളിലും സംസ്കാരത്തിലും ആമ്പലിനുള്ള പ്രാധാന്യം ഈ ചിഹ്നം എടുത്തു കാണിക്കുന്നു. ഔദ്യോഗികമായി ഷാപ്ല എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നെതർലൻഡ്സിന്റെ ദേശീയ ചിഹ്നം എന്താണ്? സിംഹം. ഓറഞ്ച് നസ്സാവു രാജവംശവുമായി ബന്ധപ്പെട്ടാണ് നെതർലൻഡ്സിന്റെ ദേശീയ ചിഹ്നമായി സിംഹം മാറിയത്. രാജ്യത്തിന്റെ ധീരയും ശക്തിയും ഈ ചിഹ്നം പ്രതിനിധീകരിക്കുന്നു. ഡച്ച് രാജകുടുംബത്തിന്റെ കുലചിഹ്നങ്ങളിലും സിംഹത്തെ കാണാം. യുകെയുടെ ദേശീയ പുഷ്പം എന്താണ്? റോസ് പുഷ്പം. റോസ് പുഷ്പം ഇംഗ്ലണ്ടിന്റെയും യുകെയുടെയും ഒരു പ്രധാന ദേശീയ ചിഹ്നമാണ്. 15-ാം നൂറ്റാണ്ടിൽ നടന്ന വാർ ഓഫ് ദി റോസസ് കാലം മുതൽ ഇത് ബ്രിട്ടീഷ് രാജകുടുംബവുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്നു. ട്യൂഡർ റോസ് എന്നറിയപ്പെടുന്ന പുഷ്പം യൂണിയന്റെ പ്രതീകമായി ഉപയോഗിക്കുന്നു. യുഎസ്എയുടെ ദേശീയ പക്ഷി എന്താണ്? ബാൾഡ് ഈഗിൾ, കഷണ്ടൻ കഴുകൻ. ബാൾഡ് ഈഗിൾ 1782-ൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത് അമേരിക്കയുടെ ശക്തി, സ്വാതന്ത്ര്യം, സൗന്ദര്യം എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വടക്കേ അമേരിക്കയിൽ മാത്രം കാണുന്ന ഒരു വലിയ ഇനം പക്ഷിയാണിത്. ജപ്പാന്റെ ദേശീയ പുഷ്പം എന്താണ്? ക്രിസാന്തമം. ജപ്പാന്റെ ദേശീയ പുഷ്പമാണ് ക്രിസാന്തമം. ഇത് സാമ്രാജ്യത്വ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. സാമ്രാജ്യത്വത്തിന്റെ സീൽ എന്നറിയപ്പെടുന്ന പൂവ് രാജകീയ അധികാരം, ദീർഘായുസ്, സന്തോഷം എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ജപ്പാനിൽ ഈ പൂവിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. കാനഡയുടെ ദേശീയ ചിഹ്നം എന്താണ്? മേപ്പിൾ ഇല. കാനഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങളിലൊന്നാണ് മേപ്പിൾ ഇല. 18-ാം നൂറ്റാണ്ട് മുതൽ ഇത് കനേഡിയൻ സംസ്കാരത്തിലും ദേശീയ സ്വത്വത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കനേഡിയൻ പതാകയിലും നാണയങ്ങളിലും മേപ്പിൾ ഇല കാണാൻ സാധിക്കും. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗം എന്താണ്? കങ്കാരു. ഓസ്ട്രേലിയയുടെ തനതായ ജീവിയായ കങ്കാരു രാജ്യത്തിന്റെ ദേശീയ മൃഗമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഓസ്ട്രേലിയൻ ഭൂപ്രകൃതിയുടെയും ജൈവവൈവിധ്യത്തിന്റെയും പ്രതീകമാണ്. ഓസ്ട്രേലിയൻ കോട്ട് ഓഫ് ആംസിലും കങ്കാരുവിനെ കാണാം. റഷ്യയുടെ ദേശീയ ചിഹ്നം എന്താണ്? ഇരട്ടത്തലയൻ കഴുകൻ. റഷ്യൻ സാമ്രാജ്യത്വ പാരമ്പര്യത്തെയും രാജ്യത്തിന്റെ കിഴക്കും പടിഞ്ഞാറുമുള്ള സ്ഥാനത്തെയും സൂചിപ്പിക്കുന്ന ഒരു പ്രധാന ചിഹ്നമാണ് ഇരട്ടത്തലയൻ കഴുകൻ. 15-ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻ സാമ്രാജ്യത്തിൽ നിന്നാണ് ഇത് റഷ്യൻ ചിഹ്നമായി മാറിയത്. റഷ്യൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മുദ്രകളിൽ ഇത് പ്രകടമാണ്. ഏത് രാജ്യങ്ങളിലെ സർക്കാർ പ്രസിദ്ധീകരണങ്ങളാണ് ഗ്രീൻ ബുക്ക് എന്നറിയപ്പെടുന്നത്? ഇറ്റലി, ഇറാൻ. വിവിധ രാജ്യങ്ങളിൽ തങ്ങളുടെ ഔദ്യോഗിക റിപ്പോർട്ടുകൾക്ക് പ്രത്യേക പേരുകൾ നൽകാറുണ്ട്. ഇറ്റലിയിലും ഇറാനിലും ചില സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ ഗ്രീൻ ബുക്ക് എന്നറിയപ്പെടുന്നു. ഇത് രാജ്യങ്ങളുടെ ഔദ്യോഗിക വിവരങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്. ഏത് രാജ്യത്തിന്റെ സർക്കാർ റിപ്പോർട്ടാണ് ഓറഞ്ച് ബുക്ക് എന്നറിയപ്പെടുന്നത്? നെതർലൻഡ്സ്. നെതർലൻഡ്സിന്റെ സർക്കാർ റിപ്പോർട്ടുകൾ ഓറഞ്ച് ബുക്ക് എന്നറിയപ്പെടുന്നു. നെതർലൻഡ്സിന്റെ ദേശീയ നിറമായ ഓറഞ്ചുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് വന്നത്. ഔദ്യോഗിക നയങ്ങൾ, ബഡ്ജറ്റ് വിവരങ്ങൾ തുടങ്ങിയവ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു. ഏത് രാജ്യങ്ങളിലെ സർക്കാർ പ്രസിദ്ധീകരണങ്ങളാണ് വൈറ്റ് ബുക്ക് എന്നറിയപ്പെടുന്നത്? പോർച്ചുഗൽ, ചൈന, ജർമ്മനി.
വൈറ്റ് ബുക്ക് എന്നത് ചില രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് പോർച്ചുഗൽ, ചൈന, ജർമ്മനി എന്നിവിടങ്ങളിലെ സർക്കാരുകൾ പുറത്തിറക്കുന്ന ഔദ്യോഗിക രേഖകളെയും റിപ്പോർട്ടുകളെയും സൂചിപ്പിക്കുന്നു. ഇവ പലപ്പോഴും നയപരമായ തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഔദ്യോഗിക സ്ഥിതിവിവരക്കണക്കുകൾ എന്നിവ ഉൾക്കൊള്ളുന്നു. FFS എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ടപ്പുകൾ. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾക്ക് മൂലധനം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു സംവിധാനമാണിത്. സിഡ്ബി ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. GSLV എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ജിയോസിൻക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO വികസിപ്പിച്ച ഒരു റോക്കറ്റ് സംവിധാനമാണിത്. വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ക്രയോജനിക് എഞ്ചിൻ സാങ്കേതികവിദ്യ ഇതിൽ ഉപയോഗിക്കുന്നു. IMD എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ത്യ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന IMD കാലാവസ്ഥാ നിരീക്ഷണത്തിനും പ്രവചനങ്ങൾക്കും ഉത്തരവാദിത്തമുള്ള പ്രധാന ഏജൻസിയാണ്. ഇത് രാജ്യത്തുടനീളമുള്ള കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കുകയും ചുഴലിക്കാറ്റ്, കനത്ത മഴ തുടങ്ങിയ പ്രതികൂല കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്യുന്നു. HADR എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫ്. പ്രകൃതി ദുരന്തങ്ങളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും സൂചിപ്പിക്കുന്ന പദമാണിത്. രക്ഷാപ്രവർത്തനങ്ങൾ, അവശ്യവസ്തുക്കളുടെ വിതരണം, വൈദ്യസഹായം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ സേനയും ഈ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നു. NCMC എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? നാഷണൽ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി. രാജ്യത്ത് അടിയന്തര സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണം ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഉന്നതതല സമിതിയാണിത്. കേന്ദ്ര കാബിനറ്റ് സെക്രട്ടറിയാണ് ഇതിന്റെ അധ്യക്ഷൻ. ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ചുമതല. SME എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിൽ MSME മന്ത്രാലയം ഈ മേഖലയുടെ വികസനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രാദേശിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. CDSCO എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ മരുന്നുകളുടെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന റെഗുലേറ്ററി അതോറിറ്റിയാണ് CDSCO. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം മരുന്നുകളുടെ അംഗീകാരം, ക്ലിനിക്കൽ ട്രയലുകൾ, മാനദണ്ഡങ്ങൾ നിശ്ചയിക്കൽ എന്നിവയുടെ ചുമതലകൾ ഇത് നിർവഹിക്കുന്നു. GCNEP എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഗ്ലോബൽ സെന്റർ ഫോർ ന്യൂക്ലിയർ എനർജി പാർട്ണർഷിപ്പ്. ആണവോർജ്ജം, ആണവ സുരക്ഷ, ആണവ വ്യാപന വിരുദ്ധത എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കും പരിശീലനത്തിനുമുള്ള ഒരു സ്ഥാപനമാണിത്. ഇന്ത്യയിലെ ഹരിയാനയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആണവോർജ്ജ മേഖലയിലെ അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. AI എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. യന്ത്രങ്ങളെ മനുഷ്യനെപ്പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങളെടുക്കാനും പ്രാപ്തമാക്കുന്ന ഒരു സാങ്കേതികവിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി. ഇത് ഡാറ്റ വിശകലനം, പാറ്റേൺ തിരിച്ചറിയൽ, പ്രകൃതിഭാഷാ പ്രോസസ്സിംഗ് തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കുന്നു. ITSSO എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇൻവെസ്റ്റിഗേഷൻ ട്രാക്കിംഗ് സിസ്റ്റം ഫോർ സെക്ഷുവൽ ഒഫൻസസ്. ലൈംഗികാതിക്രമ കേസുകളുടെ അന്വേഷണം നിരീക്ഷിക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും വേണ്ടിയുള്ള ഒരു ഓൺലൈൻ സംവിധാനമാണിത്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ഇത് വികസിപ്പിച്ചത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ അന്വേഷണം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ERSSന്റെ പൂർണ്ണരൂപം എന്താണ്? എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ERSS എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്നത് എല്ലാ അടിയന്തര സാഹചര്യങ്ങൾക്കും ഒറ്റ നമ്പറിൽ 112 സേവനം ലഭ്യമാക്കുന്ന ഒരു അഖിലേന്ത്യാ സംവിധാനമാണ്. ഇത് വിവിധ പോലീസ്, അഗ്നിശമന, ആരോഗ്യ സേവനങ്ങളെ ഏകോപിപ്പിക്കുന്നു.
PMJVKന്റെ പൂർണ്ണരൂപം എന്താണ്? പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം. PMJVK പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം എന്നത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. ആരോഗ്യ സേവനങ്ങൾ, വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. NMFന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ മാരിടൈം ഫൗണ്ടേഷൻ. NMF നാഷണൽ മാരിടൈം ഫൗണ്ടേഷൻ ഇന്ത്യയുടെ സമുദ്ര താൽപര്യങ്ങളെയും സുരക്ഷയെയും കുറിച്ചുള്ള ഗവേഷണങ്ങൾക്കും നയരൂപീകരണത്തിനും ഊന്നൽ നൽകുന്ന ഒരു പ്രധാന ചിന്താധാരയാണ്. ഇന്ത്യൻ നാവികസേനയുടെ മേൽനോട്ടത്തിൽ ഇത് പ്രവർത്തിക്കുന്നു. NDDTSന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെന്റ് സെന്റർ. NDDTS നാഷണൽ ഡ്രഗ് ഡിപ്പെൻഡൻസ് ട്രീറ്റ്മെന്റ് സെന്റർ എന്നത് എയിംസിന്റെ കീഴിൽ ലഹരിവസ്തുക്കളുടെ ദുരുപയോഗം തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്ഥാപനമാണ്. രാജ്യത്തെ ലഹരിമുക്തി പരിപാടികളിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. PRIന്റെ പൂർണ്ണരൂപം എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ. PRI പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ പ്രാദേശിക സ്വയംഭരണത്തിനുള്ള ഗ്രാമീണ സ്ഥാപനങ്ങളാണ്. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇവയ്ക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ തലങ്ങളിൽ ഇവ പ്രവർത്തിക്കുന്നു. ന്റെ പൂർണ്ണരൂപം എന്താണ്? പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്നത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ ഒരു കേന്ദ്രാവിഷ്കൃത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇത് പാവപ്പെട്ടവർക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ഉറപ്പാക്കുന്നു. IBBIന്റെ പൂർണ്ണരൂപം എന്താണ്? ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. IBBI ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്നത് ഇന്ത്യയിലെ ഇൻസോൾവൻസി, പാപ്പരത നടപടികൾ നിയന്ത്രിക്കുന്നതിനുള്ള പ്രധാന സ്ഥാപനമാണ്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 കീഴിലാണ് ഇത് രൂപീകരിക്കപ്പെട്ടത്. DDRSന്റെ പൂർണ്ണരൂപം എന്താണ്? ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം. DDRS ദീൻദയാൽ ഡിസേബിൾഡ് റീഹാബിലിറ്റേഷൻ സ്കീം എന്നത് ഭിന്നശേഷിക്കാർക്ക് സമഗ്രമായ പുനരധിവാസ സേവനങ്ങൾ നൽകാൻ ലക്ഷ്യമിടുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. സ്വയംസേവക സംഘടനകളിലൂടെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത്. DRDOന്റെ പൂർണ്ണരൂപം എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഏജൻസിയാണ്. ഇന്ത്യയുടെ സൈനിക സാങ്കേതിക വിദ്യയുടെ ഗവേഷണത്തിനും വികസനത്തിനും ഇത് നേതൃത്വം നൽകുന്നു. ന്റെ പൂർണ്ണരൂപം എന്താണ്? സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി എന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. രാജ്യത്തെ വൈദ്യുതി ഉൽപ്പാദനം, പ്രസരണം, വിതരണം എന്നിവയെക്കുറിച്ച് ഉപദേശം നൽകുകയും നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ചുമതല. IIP എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. IIP എന്നത് വ്യാവസായിക ഉൽപ്പാദന സൂചികയാണ്. ഇത് ഒരു നിശ്ചിത കാലയളവിൽ വിവിധ വ്യാവസായിക മേഖലകളിലെ ഉൽപ്പാദന വളർച്ചയുടെ സൂചകമായി ഉപയോഗിക്കുന്നു. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO ആണ് ഇത് പുറത്തിറക്കുന്നത്. IPR എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. IPR എന്നാൽ ബൗദ്ധിക സ്വത്തവകാശങ്ങൾ. ഇത് ഒരാളുടെ മനസ്സിലെ സൃഷ്ടികൾക്ക്, കണ്ടുപിടുത്തങ്ങൾ, കലാസൃഷ്ടികൾ, ഡിസൈനുകൾ, പേരുകൾ, ചിത്രങ്ങൾ മുതലായവ നിയമപരമായ സംരക്ഷണം നൽകുന്നു. പേറ്റന്റുകൾ, പകർപ്പവകാശങ്ങൾ, വ്യാപാരമുദ്രകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. RIDF എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. RIDF എന്നത് ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസന നിധിയാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നാബാർഡ് ആണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. ഗ്രാമീണ മേഖലയിലെ ജലസേചനം, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഇത് ധനസഹായം നൽകുന്നു. HDL എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ.
HDL എന്നാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഇത് നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നു. ഇത് ശരീരത്തിൽ നിന്ന് അധിക കൊളസ്ട്രോളിനെ കരളിലേക്ക് തിരികെ കൊണ്ടുപോയി നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഉയർന്ന HDL നില ഹൃദയരോഗ സാധ്യത കുറയ്ക്കാൻ സഹായകമാണ്. മെബോർ എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? മുംബൈ ഇന്റർബാങ്ക് ഓഫേർഡ് റേറ്റ്. മെബോർ എന്നാൽ മുംബൈ ഇന്റർബാങ്ക് ഓഫേർഡ് റേറ്റ്. ഇത് ഇന്ത്യയിലെ ബാങ്കുകൾ പരസ്പരം ഹ്രസ്വകാല വായ്പകൾക്ക് ഈടാക്കുന്ന പലിശ നിരക്കാണ്. മറ്റു പല പലിശ നിരക്കുകൾക്കും ഒരു മാനദണ്ഡമായി ഇത് പ്രവർത്തിക്കുന്നു. MEDP എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? മൈക്രോ എന്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. MEDP എന്നത് മൈക്രോ എന്റർപ്രൈസ് ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. ഇത് സൂക്ഷ്മ സംരംഭങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകുന്നു, പ്രത്യേകിച്ച് സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളെ ശാക്തീകരിക്കാൻ. നാബാർഡ് ആണ് ഈ പരിപാടിക്ക് പിന്തുണ നൽകുന്നത്. FDI എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്. FDI എന്നാൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അഥവാ നേരിട്ടുള്ള വിദേശ നിക്ഷേപം. ഒരു രാജ്യത്തെ സ്ഥാപനങ്ങൾ മറ്റൊരു രാജ്യത്തെ കമ്പനികളിൽ ഓഹരികൾ വാങ്ങുകയോ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുകയോ ചെയ്യുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾക്കും സഹായകമാണ്. NEIDS എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? നോർത്ത് ഈസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് സ്കീം. NEIDS എന്നത് വടക്ക് കിഴക്കൻ വ്യാവസായിക വികസന പദ്ധതിയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വ്യാവസായിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, മേഖലയുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. AKIC എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോർ. AKIC എന്നത് അമൃത്സർ കൊൽക്കത്ത ഇൻഡസ്ട്രിയൽ കോറിഡോർ ആണ്. ഇത് ഇന്ത്യയിലെ പ്രധാന വ്യാവസായിക ഇടനാഴികളിൽ ഒന്നാണ്. ഈ കോറിഡോർ കിഴക്കൻ, പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുകയും വ്യാവസായിക വികസനം, ചരക്ക് നീക്കം, തൊഴിലവസരങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. NIMZS എന്നതിന്റെ പൂർണ്ണരൂപമെന്ത്? നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോണുകൾ. NIMZS എന്നാൽ നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് സോണുകൾ. ഇന്ത്യയുടെ ദേശീയ ഉൽപ്പാദന നയത്തിന്റെ NMP ഭാഗമായി വ്യാവസായിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ആഗോളതലത്തിൽ മത്സരക്ഷമമായ ഒരു വ്യാവസായിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള പ്രത്യേക മേഖലകളാണിവ. DMIC എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഡൽഹി മുംബൈ വ്യവസായ ഇടനാഴി. ഡൽഹി മുംബൈ ഇൻഡസ്ട്രിയൽ കോറിഡോർ DMIC ഇന്ത്യയിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ഒന്നാണ്. ഇത് ലോകോത്തര വ്യവസായ മേഖലകൾ വികസിപ്പിക്കാനും ലോജിസ്റ്റിക്സ് കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിടുന്നു. ജപ്പാൻ സർക്കാരുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. APES എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എംപ്ലോയീസ് പെൻഷൻ സ്കീം. എംപ്ലോയീസ് പെൻഷൻ സ്കീം APES എന്നത് സംഘടിത മേഖലയിലെ ജീവനക്കാർക്ക് വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇത് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO ആണ് നിയന്ത്രിക്കുന്നത്. ജീവനക്കാരുടെയും തൊഴിലുടമയുടെയും വിഹിതത്തിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. UTS എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കേന്ദ്രഭരണ പ്രദേശങ്ങൾ UTS ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നേരിട്ട് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളാണ്. ഇന്ത്യയിൽ നിലവിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഇവയ്ക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭയോ മന്ത്രിസഭയോ ഉണ്ടാകണമെന്നില്ല, ചിലതിന് അപവാദം. DEP എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ DEP എന്നത് വ്യവസായങ്ങളുടെ വളർച്ചയും വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നയങ്ങൾ രൂപീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഒരു സർക്കാർ വകുപ്പായിരുന്നു. പിന്നീട് ഇതിനെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് DPIIT എന്ന് പുനർനാമകരണം ചെയ്തു. ഇത് വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. IIUS എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ സ്കീം. വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വ്യവസായങ്ങളെ കൂടുതൽ മത്സരക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ സ്കീം IIUS.
ഈ സ്കീം വ്യവസായ ക്ലസ്റ്ററുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി. MIIUS എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മോഡിഫൈഡ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ സ്കീം. മോഡിഫൈഡ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ സ്കീം MIIUS എന്നത് IIUSന്റെ പരിഷ്കരിച്ച രൂപമാണ്. വ്യാവസായിക ക്ലസ്റ്ററുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണം, പൊതുവായ സൗകര്യങ്ങളുടെ വികസനം എന്നിവയിലൂടെ ഇന്ത്യൻ വ്യവസായങ്ങളെ ആഗോളതലത്തിൽ മത്സരക്ഷമമാക്കാൻ ഇത് സഹായിച്ചു. SPVS എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് SPVS എന്നത് ഒരു പ്രത്യേക പദ്ധതിക്കോ പ്രവർത്തനത്തിനോ വേണ്ടി മാത്രം രൂപീകരിക്കുന്ന നിയമപരമായ സ്ഥാപനങ്ങളാണ്. ധനകാര്യം, പ്രോജക്ട് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഒരു പ്രധാന കമ്പനിയുടെ സാമ്പത്തിക അപകടസാധ്യതകൾ കുറയ്ക്കാൻ SPVS സഹായിക്കും. CLI എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൗൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സ്. കൗൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സ് CLI എന്നത് ഇന്ത്യയിൽ നിന്നുള്ള തുകൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ഒരു സംഘടനയാണ്. ഇത് ഇന്ത്യയിലെ ലെതർ വ്യവസായത്തിന്റെ വളർച്ചയ്ക്കും ആഗോള വിപണിയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനും സഹായിക്കുന്നു. CPCB എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB 1974 ജലമലിനീകരണ നിയന്ത്രണ നിയമപ്രകാരം സ്ഥാപിതമായ ഒരു നിയമപരമായ സ്ഥാപനമാണ്. രാജ്യത്തെ ജല, വായു മലിനീകരണം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഇത് പ്രവർത്തിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം നിയമം 1986 അനുസരിച്ച് ഇതിന് അധിക ചുമതലകളുമുണ്ട്. GSDP എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗ്രീൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഗ്രീൻ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം GSDP എന്നത് പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നടത്തുന്ന ഒരു സംരംഭമാണ്. പരിസ്ഥിതി സൗഹൃദ സാങ്കേതികവിദ്യകളിലും തൊഴിലുകളിലും യുവാക്കൾക്ക് പരിശീലനം നൽകി സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. UNFCCC എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. UNFCCC എന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനായി രൂപീകരിച്ച ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. 1992 ഭൗമ ഉച്ചകോടിയിൽ എർത്ത് സമ്മിറ്റ് ഇത് സ്ഥാപിക്കപ്പെട്ടു. ഇതിന് കീഴിലാണ് COP സമ്മേളനങ്ങൾ നടക്കുന്നത്. അവ കാലാവസ്ഥാ നടപടികൾ ചർച്ച ചെയ്യുന്ന പ്രധാന വേദികളാണ്. 2024 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്? ഇന്ത്യക്ക് 159 റാങ്ക്, നോർവേ ഒന്നാം സ്ഥാനത്ത്. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ്, റിപ്പോർട്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് ആണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ നിലവാരം വിലയിരുത്തുന്ന ഈ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പലപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണ്. 2024 ഇക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്? ഇന്ത്യക്ക് 126 റാങ്ക്, സിംഗപ്പൂർ ഒന്നാം സ്ഥാനത്ത്. ഹെറിറ്റേജ് ഫൗണ്ടേഷനാണ് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് പുറത്തിറക്കുന്നത്. ഒരു രാജ്യത്തെ സാമ്പത്തിക നയങ്ങൾ, വ്യാപാര സ്വാതന്ത്ര്യം, നിക്ഷേപം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. 2022 ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്? ഇന്ത്യക്ക് 68 റാങ്ക്, ഫിൻലൻഡ് ഒന്നാം സ്ഥാനത്ത്. ഇക്കണോമിസ്റ്റ് ഇമ്പാക്ട് ആണ് ഗ്ലോബൽ ഫുഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് GFSI തയ്യാറാക്കുന്നത്. ഭക്ഷ്യലഭ്യത, താങ്ങാനാവുന്ന വില, ഗുണമേന്മ, സുരക്ഷ, പ്രകൃതി വിഭവങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ ഇത് വിലയിരുത്തുന്നു. 2022 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്? ഇന്ത്യക്ക് 111 റാങ്ക്, ബെലാറസ് ഒന്നാം സ്ഥാനത്ത്. കൺസേൺ വേൾഡ് വൈഡും കൺസേൺ വേൾഡ് വൈഡ്, വെൽത്ത് ഹങ്കർ ഹിൽഫും വെൽത്തിംഗ് ഹിൽഫ് സംയുക്തമായാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത്. പോഷകാഹാരക്കുറവ്, കുട്ടികളിലെ വളർച്ചാ മുരടിപ്പ്, ഭാരക്കുറവ്, ശിശുമരണനിരക്ക് എന്നിവയാണ് ഈ സൂചികയിലെ പ്രധാന അളവുകോലുകൾ.
2023-ലെ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്? ഇന്ത്യക്ക് 40-ാം റാങ്ക്, സ്വിറ്റ്സർലൻഡ് ഒന്നാം സ്ഥാനത്ത്. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ (വിപോ) ആണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ നവീകരണ ശേഷിയും ഫലങ്ങളും വിലയിരുത്തുന്ന ഈ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തുടർച്ചയായി മെച്ചപ്പെടുന്നുണ്ട്. 2023-ലെ ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്? ഇന്ത്യക്ക് 116-ാം റാങ്ക്, ഐസ്ലൻഡ് ഒന്നാം സ്ഥാനത്ത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് (ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ്) ആണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് (GPI) പുറത്തിറക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സമാധാന നിലവാരം, സംഘർഷങ്ങൾ, സൈനികവൽക്കരണം തുടങ്ങിയ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. 2024-ലെ വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത്? ഇന്ത്യക്ക് 39-ാം റാങ്ക്, സിംഗപ്പൂർ ഒന്നാം സ്ഥാനത്ത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് (IMD) ആണ് വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രകടനം, സർക്കാർ കാര്യക്ഷമത, ബിസിനസ് കാര്യക്ഷമത, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഈ സൂചികയിൽ വിലയിരുത്തപ്പെടുന്നു. 2024 ഓഗസ്റ്റ് 1 വരെ ഉത്തർപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? യോഗി ആദിത്യനാഥ്. ഉത്തർപ്രദേശ് ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്. യോഗി ആദിത്യനാഥ് 2017 മുതൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്നു. BJP നേതാവായ അദ്ദേഹം ഗോരഖ്നാഥ് മഠത്തിലെ മുൻ മുഖ്യ പൂജാരി കൂടിയാണ്. 2024 ഓഗസ്റ്റ് 1 വരെ ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ആരാണ്? ജസ്റ്റിസ് റിട്ടയർഡ് എസ്. അബ്ദുൽ നസീർ. ഇന്ത്യൻ ഭരണഘടനയുടെ 153-ാം അനുച്ഛേദമനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും ഒരു ഗവർണർ ഉണ്ടായിരിക്കണം. ഗവർണറെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. സംസ്ഥാനത്തെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ. കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാണ്. ഇത് സംസ്ഥാനത്തിന്റെ ഭരണപരവും സാംസ്കാരികവുമായ കേന്ദ്രമാണ്. ഈ നഗരം പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതിചെയ്യുന്നു. 2024 ഓഗസ്റ്റ് 1 വരെ ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? അവിടുത്തെ 2 തലസ്ഥാനങ്ങൾ ഏതെല്ലാം? മനോജ് സിൻഹ. ശ്രീനഗർ വേനൽക്കാലം, ജമ്മു ശീതകാലം. ജമ്മു കാശ്മീർ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. മനോജ് സിൻഹയാണ് നിലവിൽ അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ. വേനൽക്കാലത്ത് ശ്രീനഗറും ശീതകാലത്ത് ജമ്മുവും ഇവിടുത്തെ തലസ്ഥാനങ്ങളായി പ്രവർത്തിക്കുന്നു. ഇത് ഭരണപരമായ കാര്യങ്ങൾ സുഗമമാക്കാൻ സഹായിക്കുന്നു. 2024 ഓഗസ്റ്റ് 1 വരെ ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? പ്രഫുൽ പട്ടേൽ. ലക്ഷദ്വീപ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ദ്വീപുകളുടെ ഭരണപരമായ ചുമതലകൾ നിർവഹിക്കുന്നത് അഡ്മിനിസ്ട്രേറ്ററാണ്. പ്രഫുൽ പട്ടേൽ ആണ് 2024 ഓഗസ്റ്റ് 1 പ്രകാരം ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്റർ. 2024 ഓഗസ്റ്റ് 1 വരെ ചണ്ഡീഗഡിന്റെ കേന്ദ്രഭരണ പ്രദേശം അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിക്കുന്ന പട്ടികയിൽ പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രി ആരാണ്? ഗുലാബ് ചന്ദ് കഥാരിയ, പഞ്ചാബ് ഗവർണർ. ചണ്ഡീഗഡ് പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളുടെ പൊതുതലസ്ഥാനവും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ്. പഞ്ചാബ് ഗവർണറാണ് ചണ്ഡീഗഡിന്റെ അഡ്മിനിസ്ട്രേറ്റർ ചുമതല വഹിക്കുന്നത്. 2024 ഓഗസ്റ്റ് 1 പ്രകാരം ഗുലാബ് ചന്ദ് കഥാരിയയാണ് ഈ സ്ഥാനം വഹിക്കുന്നത്. 2024 ഓഗസ്റ്റ് 1 വരെ ഡൽഹിയിലെ NCT മുഖ്യമന്ത്രി ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമാണ്. NCT സ്വന്തമായി നിയമസഭയും മുഖ്യമന്ത്രിയുമുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണിത്. 2024 ഓഗസ്റ്റ് 1 പ്രകാരം അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹിയുടെ മുഖ്യമന്ത്രി. ഇന്ത്യയിലെ നിലവിലെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം എത്രയാണ്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 2019-ൽ ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചതിനും 2020-ൽ ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും ലയിപ്പിച്ചതിനും ശേഷമാണ് ഈ നിലവിലെ സ്ഥിതി. ഇതോടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട്.
സിക്കിമിനെ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായി ഔദ്യോഗികമായി അംഗീകരിച്ച തീയതി ഏതാണ്? 1975 മെയ് 16. 1975-ലെ 36-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് സിക്കിം ഇന്ത്യയുടെ 22ാമത്തെ സംസ്ഥാനമായി മാറിയത്. അതുവരെ ഒരു സംരക്ഷിത രാജ്യമായിരുന്ന സിക്കിം ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യയിൽ ലയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഷാജഹാന്റെ ഭരണകാലത്ത് ഉപനിഷത്തുകളെ പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഈ വിവർത്തനത്തിന്റെ പേര് എന്തായിരുന്നു? ദാരാ ഷിക്കോ സിറി അക്ബർ എന്നായിരുന്നു അതിന്റെ പേര്. ഷാജഹാന്റെ മകനും പണ്ഡിതനുമായിരുന്ന ദാരാ ഷിക്കോയുടെ ഈ വിവർത്തനം ഇസ്ലാമിക ഹിന്ദു തത്വചിന്തകളുടെ സമന്വയത്തിനുള്ള ഒരു പ്രധാന ശ്രമമായിരുന്നു. ഇത് ഇന്ത്യൻ തത്വചിന്തയെ പേർഷ്യൻ ലോകത്തും പിന്നീട് യൂറോപ്പിലും എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഷാജഹാന്റെ ഭരണകാലത്ത് രാജകവിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? കലിം. മുഗൾ സാമ്രാജ്യത്തിൽ കലകൾക്കും സാഹിത്യത്തിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. കലിം ഷാജഹാന്റെ രാജകവിയായി സേവനമനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പേർഷ്യൻ കവിതയെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. ബാൽബാൻ ആരംഭിച്ച ഏത് ആചാരമാണ് ഷാജഹാൻ നിർത്തലാക്കിയത്? സിജ്ദ. ബാൽബാൻ സുൽത്താന്റെ പരമാധികാരം ഉറപ്പാക്കാൻ ആരംഭിച്ച സിജ്ദ, രാജാവിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുക എന്ന ആചാരം ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഷാജഹാൻ കരുതി നിർത്തലാക്കി. ഇതിനുപകരമായി ചഹാർ തസ്ലീം പോലുള്ള ആചാരങ്ങൾ കൊണ്ടുവന്നു. ദാരാ ഷിക്കോയ്ക്ക് ഷാ ബുലന്ദ് ഇക്ബാൽ എന്ന പദവി നൽകിയത് ആരാണ്? ഷാജഹാൻ. ദാരാ ഷിക്കോ ഷാജഹാന്റെ മൂത്ത മകനും പിൻഗാമിയുമായിരുന്നു. ഉയർന്ന ഭാഗ്യമുള്ള രാജാവ് എന്ന് അർത്ഥം വരുന്ന ഈ പദവി പിതാവ് ദാരാ ഷിക്കോയോടുള്ള സ്നേഹത്തെയും അദ്ദേഹത്തെ ഭാവി ചക്രവർത്തിയായി കണ്ടിരുന്നതിനെയും സൂചിപ്പിക്കുന്നു. ധർമ്മദ് യുദ്ധം എപ്പോൾ, ആരെല്ലാം തമ്മിലായിരുന്നു നടന്നത്? അതിന്റെ ഫലം എന്തായിരുന്നു? 1658 ഏപ്രിലിൽ സാമ്രാജ്യത്വ സൈന്യവും ഔറംഗസേബും തമ്മിലായിരുന്നു യുദ്ധം. സാമ്രാജ്യത്വ സൈന്യം പരാജയപ്പെട്ടു. ഷാജഹാന്റെ മക്കൾ തമ്മിലുള്ള പിന്തുടർച്ചാവകാശ യുദ്ധങ്ങളിലെ ഒരു പ്രധാന പോരാട്ടമായിരുന്നു ധർമ്മദ് യുദ്ധം. ദാരാ ഷിക്കോയെ പിന്തുണച്ച സാമ്രാജ്യത്വ സൈന്യത്തെ ഔറംഗസേബ് പരാജയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ അധികാരത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി. 1658 മെയ് മാസത്തിൽ ദാരാ ഷിക്കോയും ഔറംഗസേബും തമ്മിൽ നടന്ന പ്രധാന പിന്തുടർച്ചാവകാശ യുദ്ധം ഏതാണ്? സമുഗഡ് യുദ്ധം. മുഗൾ സിംഹാസനത്തിനുവേണ്ടി നടന്ന ഏറ്റവും നിർണായകമായ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു സമുഗഡ് യുദ്ധം. ഈ യുദ്ധത്തിലെ ഔറംഗസേബിന്റെ വിജയം ദാരാ ഷിക്കോയുടെ സാധ്യതകൾ ഇല്ലാതാക്കുകയും ഔറംഗസേബിന് അധികാരം ഉറപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ദാരാ ഷിക്കോവും ഔറംഗസേബും തമ്മിലുള്ള പിന്തുടർച്ചാവകാശത്തിനായുള്ള അവസാന യുദ്ധം എവിടെ, എപ്പോൾ നടന്നു? ദിയോറായ് താഴ്വരയിൽ 1659 മാർച്ച്. 1659 മാർച്ചിൽ ദിയോറായ് താഴ്വരയിൽ നടന്ന യുദ്ധം ദാരാ ഷിക്കോവും ഔറംഗസേബും തമ്മിലുള്ള പിന്തുടർച്ചാവകാശത്തിനായുള്ള അവസാനത്തെ പ്രധാന ഏറ്റുമുട്ടലായിരുന്നു. ഈ യുദ്ധത്തിൽ ദാരാ ഷിക്കോവ് പരാജയപ്പെടുകയും ഔറംഗസേബ് മുഗൾ സാമ്രാജ്യത്തിന്റെ ഏക അവകാശിയായി മാറുകയും ചെയ്തു. ഈ യുദ്ധത്തോടെ ഷാജഹാന്റെ ഭരണത്തിന് ഫലത്തിൽ അന്ത്യം കുറിച്ചു. ഷാജഹാന്റെ ഭരണകാലത്തെ മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണകാലഘട്ടം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? എ.എൽ. ശ്രീവാസ്തവ. പ്രമുഖ ചരിത്രകാരനായ എ.എൽ. ശ്രീവാസ്തവ ഷാജഹാന്റെ ഭരണകാലത്ത് വാസ്തുവിദ്യ, കല, സാഹിത്യം എന്നിവയിലെ വളർച്ച കാരണം അതിനെ മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണകാലഘട്ടമായി വിശേഷിപ്പിച്ചു. താജ്മഹൽ, ചെങ്കോട്ട തുടങ്ങിയ നിർമ്മിതികൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. ഷാജഹാൻ എപ്പോൾ മരിച്ചു, എവിടെയാണ് അദ്ദേഹത്തെ അടക്കിയത്? 1666 ജനുവരി 22 ഭാര്യയുടെ ശവകുടീരത്തിനടുത്തായി താജ്മഹലിൽ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ 1666 ജനുവരി 22 ആഗ്രയിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തെ സ്വന്തം നിർമ്മിതിയായ താജ്മഹലിൽ ഭാര്യ മുംതാസ് മഹലിന്റെ ശവകുടീരത്തിനടുത്തായി അടക്കം ചെയ്തു. താജ്മഹൽ സ്നേഹത്തിന്റെ അനശ്വര പ്രതീകമായി നിലകൊള്ളുന്നു. ദാരാ ഷിക്കോവിനെ അദ്ദേഹത്തിന്റെ സഹിഷ്ണുതയും ഔദാര്യവും കാരണം ചെറിയ അക്ബർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലെയ്ൻ പൂൾ. പ്രമുഖ ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റും ചരിത്രകാരനുമായ സ്റ്റാൻലി ലെയ്ൻ പൂളാണ് ദാരാ ഷിക്കോവിനെ ചെറിയ അക്ബർ എന്ന് വിശേഷിപ്പിച്ചത്.
മതപരമായ സഹിഷ്ണുതയ്ക്കും വിവിധ സംസ്കാരങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ തുറന്ന സമീപനത്തിനും പേരുകേട്ട വ്യക്തിയായിരുന്നു ദാരാ ഷിക്കോവ്. ദാരാ ഷിക്കോവ് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ചില പ്രധാന ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഉപനിഷത്തുകൾ, ഭഗവദ്ഗീത, യോഗ വസിഷ്ഠം, രാമായണം. ദാരാ ഷിക്കോവ് മതസൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ സിർ-ഇ-അക്ബർ എന്ന പേരിൽ ഉപനിഷത്തുകൾ, ഭഗവദ്ഗീത, യോഗ വസിഷ്ഠം, രാമായണം എന്നിവ ഉൾപ്പെടുന്നു. ഇത് മതങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക കൈമാറ്റത്തിന് വഴിയൊരുക്കി. ദാരാ ഷിക്കോവിന്റെ ഒരു മൗലിക സൃഷ്ടിയായ പ്രധാന കൃതി ഏതാണ്? മജ്മഉൽ ബഹ്റൈൻ. മജ്മഉൽ ബഹ്റൈൻ, രണ്ട് സമുദ്രങ്ങളുടെ സംഗമം, ദാരാ ഷിക്കോവിന്റെ ഒരു മൗലിക സൃഷ്ടിയാണ്. ഈ കൃതിയിൽ ഇസ്ലാമിക സൂഫിസവും ഹൈന്ദവ വേദാന്തവും തമ്മിലുള്ള സമാനതകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ദാരാ ഷിക്കോവിന്റെ മതപരമായ സഹിഷ്ണുതയുടെയും അറിവന്വേഷണത്തിന്റെയും തെളിവാണ് ഈ ഗ്രന്ഥം. ഹുമായൂൺ നാമ രചിച്ചത് ആരാണ്? ഗുൽബദൻ ബീഗം. ഗുൽബദൻ ബീഗം ബാബറിന്റെ മകളും ഹുമായൂണിന്റെ സഹോദരിയുമാണ്. മുഗൾ ചരിത്രത്തിലെ ഏക വനിതാ ചരിത്രകാരികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ഹുമായൂൺ നാമ എന്ന കൃതിയിൽ ഹുമായൂൺ ചക്രവർത്തിയുടെ ജീവിതത്തെക്കുറിച്ചും മുഗൾ കൊട്ടാരത്തിലെ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ഡൽഹിയിൽ മദ്രസ-ഇ ബീഗം സ്ഥാപിക്കുകയും പെറ്റിക്കോട്ട് ഗവൺമെന്റുമായി ബന്ധപ്പെടുകയും ചെയ്തത് ആരാണ്? മാഹം അനാഗ. അക്ബറിന്റെ വളർത്തമ്മയായിരുന്ന മാഹം അനാഗ ഡൽഹിയിൽ മദ്രസ-ഇ ബീഗം സ്ഥാപിച്ചു. അക്ബറിന്റെ ആദ്യകാല ഭരണത്തിൽ, വിശേഷിച്ച് 1560 മുതൽ 1562 വരെ കാലഘട്ടത്തിൽ, മാഹം അനാഗയും അവരുടെ സ്വാധീനത്തിലുള്ളവരും ചേർന്ന് അധികാരം നിയന്ത്രിച്ചതിനെയാണ് പെറ്റിക്കോട്ട് ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മുഗൾ കാലഘട്ടത്തിലെ ഏത് പ്രമുഖ വനിതയാണ് ജുണ്ട ഗ്രൂപ്പിന് നേതൃത്വം നൽകുകയും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ആഭരണങ്ങളിലും പുതുമകൾക്ക് പേരുകേൾക്കുകയും ചെയ്തത്? നൂർജഹാൻ. ജഹാംഗീറിന്റെ ഭാര്യയായ നൂർജഹാൻ മുഗൾ ഭരണത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ജഹാംഗീറിന്റെ ദുർബലമായ ആരോഗ്യകാലത്ത് ജുണ്ട ഗ്രൂപ്പ് എന്നറിയപ്പെട്ട ഒരു വിഭാഗത്തിന് അവർ നേതൃത്വം നൽകി. സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ആഭരണങ്ങളിലും പുതിയ പ്രവണതകൾ കൊണ്ടുവന്നതിന്റെ പേരിലും അവർ പ്രശസ്തയായിരുന്നു. ഷാജഹാനെ തടവിലാക്കിയ കാലത്ത് അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന മകൾ ആരായിരുന്നു? ജഹാനാര. ഔറംഗസേബ് ഷാജഹാനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത മകൾ ജഹനാര ബീഗം അദ്ദേഹത്തോടൊപ്പം നിന്നു. ഷാജഹാന്റെ അവസാന 8 വർഷക്കാലം ജഹനാര അദ്ദേഹത്തെ പരിചരിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തു. അവരുടെ സ്നേഹവും അർപ്പണബോധവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔറംഗസേബിന്റെ മകളും ഡൽഹിയിൽ ബൈത്തുൽ ഉലൂം എന്ന ഗ്രന്ഥശാല സ്ഥാപിക്കുകയും ചെയ്തത് ആരാണ്? സെബുന്നിസ. സെബുന്നിസ ഔറംഗസേബിന്റെ മകളായിരുന്നു. അവർ ഒരു കവിയും പണ്ഡിതയുമായിരുന്നു. ഡൽഹിയിൽ ബൈത്തുൽ ഉലൂം എന്ന പേരിൽ ഒരു വലിയ ഗ്രന്ഥശാല സ്ഥാപിച്ചത് അവർ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും അറിവ് പ്രചരിപ്പിക്കുന്നതിനും നൽകിയ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. മുഗൾ കാലഘട്ടത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടാക്കുന്ന രീതി കണ്ടുപിടിച്ചതിന്റെ ക്രെഡിറ്റ് ആർക്കാണ്? അസ്മദ് ബീഗം. നൂർജഹാന്റെ മാതാവായ അസ്മദ് ബീഗമാണ് മുഗൾ കാലഘട്ടത്തിൽ റോസാപ്പൂവിൽ നിന്ന് അത്തർ, സുഗന്ധതൈലം വേർതിരിച്ചെടുക്കുന്ന രീതി കണ്ടുപിടിച്ചത്. ഇത് മുഗൾ സാമ്രാജ്യത്തിലെ സുഗന്ധദ്രവ്യ വ്യവസായത്തിൽ ഒരു പ്രധാന മുന്നേറ്റമായിരുന്നു. ഔറംഗസേബ് എവിടെ എന്ന് ജനിച്ചു? 1618 നവംബർ 3 ഉജ്ജയിനിനടുത്ത് ദോഹദിൽ. മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് 1618 നവംബർ 3 ഗുജറാത്തിലെ ദോഹദിൽ, ഇപ്പോഴത്തെ ഉജ്ജയിനിനടുത്ത് ജനിച്ചു. ഷാജഹാന്റെയും മുംതാസ് മഹലിന്റെയും മൂന്നാമത്തെ പുത്രനായിരുന്നു അദ്ദേഹം. ഔറംഗസേബിന്റെ 2 കിരീടധാരണങ്ങൾ എവിടെ എന്ന് നടന്നു? ആദ്യത്തേത് 1658 ജൂലൈ 21-നും രണ്ടാമത്തേത് 1659 ജൂൺ 5-നും ഡൽഹിയിൽ വെച്ച് നടന്നു. ഔറംഗസേബ് 2 തവണ കിരീടധാരണം ചെയ്യപ്പെട്ട മുഗൾ ചക്രവർത്തിയാണ്. ആദ്യ കിരീടധാരണം 1658 ജൂലൈ 21-ന് ഷാജഹാനെ തടവിലാക്കിയ ശേഷവും രണ്ടാം കിരീടധാരണം 1659 ജൂൺ 5-ന് ദാരാ ഷിക്കോവിനെ തോൽപ്പിച്ചതിനു ശേഷവും ഡൽഹിയിൽ നടന്നു. ഏത് മുഗൾ ചക്രവർത്തിയാണ് സിന്ദാപീർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഔറംഗസേബ്.
ഔറംഗസേബ് ഒരു കർശനമായ ഇസ്ലാമിക ജീവിതശൈലി പിന്തുടർന്നിരുന്നതിനാൽ സിന്ദാ പീർ ജീവനുള്ള സന്യാസി എന്ന പേരിൽ അറിയപ്പെട്ടു. ലളിതമായ ജീവിതം നയിക്കുകയും മതപരമായ കാര്യങ്ങളിൽ കണിശ പുലർത്തുകയും ചെയ്തതിനാലാണ് അദ്ദേഹത്തിന് ഈ വിശേഷണം ലഭിച്ചത്. പുരന്ദർ ഉടമ്പടി എന്ന് ആരെല്ലാം തമ്മിലാണ് ഒപ്പുവെച്ചത്? 1665 ജൂൺ 11 ജയ്സിംഗും ശിവാജിയും തമ്മിൽ. 1665 ജൂൺ 11 മുഗൾ ജനറൽ ജയ്സിംഗും മറാഠ ഭരണാധികാരിയായ ഛത്രപതി ശിവാജിയും തമ്മിലാണ് പുരന്ദർ ഉടമ്പടി ഒപ്പുവെച്ചത്. ഈ ഉടമ്പടി പ്രകാരം ശിവാജിക്ക് പല കോട്ടകളും മുഗളർക്ക് കൈമാറേണ്ടി വന്നു. കൂടാതെ ഔറംഗസേബിന്റെ പ്രതിരോധ സേവനങ്ങൾക്കായി മുഗളരെ സഹായിക്കാമെന്നും അദ്ദേഹം സമ്മതിച്ചു. ഇസ്ലാം മതത്തിലേക്ക് മാറാൻ വിസമ്മതിച്ചതിന് ഔറംഗസേബ് 1675 വധിച്ച സിഖ് ഗുരു ആരാണ്? ഗുരു തേജ് ബഹാദൂർ. സിഖ് മതത്തിന്റെ 9ാമത്തെ ഗുരുവായ ഗുരു തേജ് ബഹാദൂറിനെ 1675 ഔറംഗസേബ് ഡൽഹിയിൽ വെച്ച് വധിച്ചു. ഇസ്ലാം മതത്തിലേക്ക് മാറാൻ വിസമ്മതിക്കുകയും മതസ്വാതന്ത്ര്യത്തിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്തതാണ് ഈ രക്തസാക്ഷിത്വത്തിന് കാരണമായത്. ഔറംഗസേബ് നിർത്തലാക്കിയ ചില അബ്വാബുകൾ, പ്രാദേശിക നികുതികൾ ഏതൊക്കെയാണ്? രഹദാരി, ആഭ്യന്തര ഗതാഗത തീരുവ, പാണ്ഡാരി, വ്യാപാര നികുതികൾ. ഔറംഗസേബ് തന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി പല പ്രാദേശിക നികുതികളും അബ്വാബുകൾ നിർത്തലാക്കി. രഹദാരിയും പാണ്ഡാരിയും ഇവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. എങ്കിലും ഈ നികുതികൾ പിന്നീട് പ്രാദേശിക തലങ്ങളിൽ പൂർണ്ണമായി നിർത്തലാക്കാൻ കഴിഞ്ഞില്ല. ഔറംഗസേബ് എപ്പോഴാണ് ജിസിയ നികുതി വീണ്ടും ഏർപ്പെടുത്തിയത്? 1679 ഏപ്രിൽ. അക്ബർ നിർത്തലാക്കിയ ജിസിയ എന്ന നികുതി 1679 ഏപ്രിലിൽ ഔറംഗസേബ് വീണ്ടും ഏർപ്പെടുത്തി. മുസ്ലിങ്ങളല്ലാത്ത പൗരന്മാർക്ക് മേൽ ചുമത്തിയിരുന്ന ഒരു മതപരമായ നികുതിയായിരുന്നു ഇത്. ഔറംഗസേബിന്റെ കർശനമായ ഇസ്ലാമിക നയങ്ങളുടെ ഭാഗമായി ഇത് നടപ്പിലാക്കി. ബീബി കാ മക്ബറ ആരുടെ നിർദ്ദേശപ്രകാരം ആരാണ് നിർമ്മിച്ചത്? എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്? ഔറംഗസേബിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ മകൻ അസം ഷായാണ് ഇത് നിർമ്മിച്ചത്. ഇത് ഔറംഗാബാദിൽ, മഹാരാഷ്ട്ര സ്ഥിതി ചെയ്യുന്നു. ബീബി കാ മക്ബറ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സ്ഥിതി ചെയ്യുന്നു. ഔറംഗസേബിന്റെ ഭാര്യ ദിൽറാസ് ബാനു ബീഗത്തിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ മകൻ അസം ഷായാണ് ഇത് നിർമ്മിച്ചത്. താജ്മഹലിന്റെ ഒരു ചെറിയ പതിപ്പായി ഇത് കണക്കാക്കപ്പെടുന്നു. എപ്പോഴാണ് ഔറംഗസേബ് ബിജാപൂരിനെ മുഗൾ സാമ്രാജ്യത്തോട് ചേർത്തത്? 1686. ഔറംഗസേബിന്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യം അതിന്റെ ഏറ്റവും വലിയ വിസ്തൃതിയിലെത്തി. 1686 ഡെക്കാൻ സുൽത്താനത്തുകളിൽ ഒന്നായ ബിജാപൂരിനെ ഔറംഗസേബ് കീഴടക്കി മുഗൾ സാമ്രാജ്യത്തോട് ചേർത്തു. ഈ സൈനിക നീക്കം മുഗൾ സാമ്രാജ്യത്തിന്റെ തെക്കൻ അതിർത്തികൾ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഏതു വർഷമാണ് ഔറംഗസേബ് ഗോൽക്കൊണ്ടയെ മുഗൾ സാമ്രാജ്യത്തോട് ചേർത്തത്? 1687. ബിജാപൂർ പിടിച്ചടക്കിയതിന് തൊട്ടുപിന്നാലെ 1687 ഔറംഗസേബ് ഗോൽക്കൊണ്ട സുൽത്താനത്തിനെയും മുഗൾ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഡെക്കാനിലെ സമ്പന്നമായ ഈ പ്രദേശം മുഗൾ ഖജനാവിലേക്ക് വലിയ സംഭാവന നൽകുകയും സാമ്രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ആരുടെ ഭരണകാലത്താണ് മുഗൾ സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സൈന്യാധിപന്മാർ ഉണ്ടായിരുന്നത്? ഔറംഗസേബ്. ഔറംഗസേബിന്റെ മതപരമായ കർക്കശതകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മുഗൾ സൈന്യത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സൈന്യാധിപന്മാർക്ക്, മൻസബ്ദാർമാർ, സ്ഥാനമുണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. സൈനിക കാര്യക്ഷമതയും ഭരണപരമായ ആവശ്യകതകളും ഈ തീരുമാനത്തിന് പിന്നിലായിരുന്നു. ഔറംഗസേബിന്റെ ഭരണകാലത്ത് കലാപം നയിച്ച ജാട്ട് നേതാക്കൾ ആരെല്ലാം? ഗോകുൽ, രാജാറാം. ഔറംഗസേബിന്റെ ഭരണത്തിനെതിരെ നിരവധി പ്രാദേശിക കലാപങ്ങൾ നടന്നിരുന്നു. ജാട്ട് സമുദായം മധുര പ്രദേശത്ത് ഗോകുലിന്റെയും പിന്നീട് രാജാറാമിന്റെയും നേതൃത്വത്തിൽ ശക്തമായ കലാപങ്ങൾ നടത്തി. ഈ കലാപങ്ങൾ മുഗൾ സാമ്രാജ്യത്തിന് വലിയ വെല്ലുവിളിയുയർത്തി. ആരുടെ കലാപമാണ് സിക്കന്ദ്രയിലെ അക്ബറിന്റെ ശവകുടീരം കൊള്ളയടിക്കുന്നതിലേക്ക് നയിച്ചത്? രാജാറാം, ജാട്ട് നേതാവ്. ജാട്ട് നേതാവായ രാജാറാം നയിച്ച കലാപത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു സിക്കന്ദ്രയിലെ അക്ബറിന്റെ ശവകുടീരം കൊള്ളയടിച്ചത്. 1688 നടന്ന ഈ സംഭവം മുഗളന്മാരെ വളരെയധികം പ്രകോപിപ്പിക്കുകയും മുഗൾ സാമ്രാജ്യത്തോടുള്ള ജാട്ടുകളുടെ കടുത്ത എതിർപ്പിന്റെ സൂചനയാവുകയും ചെയ്തു.
ഔറംഗസേബിന്റെ ഭരണകാലത്ത് ഭരത്പൂർ രാജവംശത്തിന് അടിത്തറ പാകിയത് ആര്? ചുരാമൻ. ഔറംഗസേബിന്റെ ഭരണകാലത്ത് നടന്ന ജാട്ട് കലാപങ്ങളുടെ തുടർച്ചയായി ചുരാമൻ എന്ന ജാട്ട് നേതാവാണ് ഭരത്പൂർ രാജവംശത്തിന് അടിത്തറ പാകിയത്. മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിച്ചുവരുന്ന സമയത്ത് പ്രാദേശിക ശക്തികൾക്ക് സ്വയംഭരണം സ്ഥാപിക്കാൻ ഇത് അവസരമൊരുക്കി. ഏത് മുഗൾ ചക്രവർത്തിയാണ് വീണ വായിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവനായിരുന്നത്? ഔറംഗസേബ്. ഔറംഗസേബ് സംഗീതം നിരോധിക്കുകയും സംഗീതജ്ഞരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തെങ്കിലും അദ്ദേഹം ഒരു മികച്ച വീണവാദകനായിരുന്നു എന്നത് ഒരു വിരോധാഭാസമാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കഴിവുകളും പൊതുനയങ്ങളും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം ചരിത്രകാരന്മാർക്കിടയിൽ ചർച്ചാ വിഷയമാണ്. ഏത് മുഗൾ ചക്രവർത്തിയാണ് കൊട്ടാര ചരിത്രരചനയും സംഗീതവും നിരോധിച്ചത്? ഔറംഗസേബ്. ഇസ്ലാമിക നിയമങ്ങൾ കർശനമായി പാലിക്കാൻ ശ്രമിച്ച ഔറംഗസേബ് പല കലാപരമായ പ്രവർത്തനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി. കൊട്ടാര ചരിത്രരചന, സംഗീതം, നൃത്തം എന്നിവ നിരോധിച്ച കൂട്ടത്തിൽപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ ഈ നടപടികൾ മുഗൾ കൊട്ടാരത്തിലെ കലാപരമായ അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ചക്രവർത്തി ഔറംഗസേബ് നിരോധിച്ച ചില ആചാരങ്ങൾ ഏതൊക്കെയാണ്? നാണയങ്ങളിലെ കൽമ ആലേഖനം, നവ്രോസ് ഉത്സവം, കഞ്ചാവ് കൃഷി, ജ്രോഗ ദർശൻ, ഗാനസംഗീതം. ഔറംഗസേബ് തന്റെ ഭരണത്തെ ഇസ്ലാമിക ശരിയത്ത് നിയമങ്ങൾക്ക് അനുസൃതമാക്കാൻ ശ്രമിച്ചു. നാണയങ്ങളിൽ കൽമ ആലേഖനം ചെയ്യുന്നത്, പേർഷ്യൻ നവവർഷമായ നവ്രോസ് ആഘോഷിക്കുന്നത്, കഞ്ചാവ് കൃഷി ചെയ്യുന്നത്, ജ്രോഗ ദർശൻ, എല്ലാത്തരം ഗാനസംഗീത പരിപാടികൾ എന്നിവയെല്ലാം നിരോധിച്ചവയിൽ ഉൾപ്പെടുന്നു. ഏത് മുഗൾ ചക്രവർത്തിയാണ് എല്ലോറയിലെ കൈലാസ ക്ഷേത്രം പൊളിക്കാൻ ശ്രമിച്ചത്? ഔറംഗസേബ്. ഔറംഗസേബ് തന്റെ ഭരണകാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ തകർക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. എല്ലോറയിലെ കൈലാസ ക്ഷേത്രം പൂർണ്ണമായി തകർക്കാൻ സാധിച്ചില്ലെങ്കിലും അത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മതപരമായ കർക്കശതയുടെയും അമുസ്ലിം ആരാധനാലയങ്ങളോടുള്ള സമീപനത്തിന്റെയും ഒരു ഉദാഹരണമാണ്. ഔറംഗസേബുമായി ബന്ധപ്പെട്ട ഫ്രഞ്ച് ബിഷഗ്വരനും സഞ്ചാരിയും ആരായിരുന്നു? ഫ്രാൻസ്വാ ബെർണിയർ. ഫ്രാൻസ്വാ ബെർണിയർ ഔറംഗസേബിന്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച പ്രശസ്ത ഫ്രഞ്ച് ബിഷഗ്വരനും സഞ്ചാരിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ട്രാവൽസ് ഇൻ ദ മുഗൾ എംപയർ എന്ന കൃതി മുഗൾ സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക അവസ്ഥകളെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. മുഗൾ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന പ്രാഥമിക ഉറവിടം കൂടിയാണിത്. ഔറംഗസേബ് എപ്പോൾ, എവിടെ വെച്ച് മരിച്ചു? എവിടെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്? 1707 മാർച്ച് 3 അഹമ്മദ്നഗറിൽ വെച്ച് ദൗലത്താബാദിനടുത്ത് സൂഫി സന്യാസി സൈൻ ഉദ്ദീൻ ഷിറാസിയുടെ ശവകുടീരത്തിനടുത്ത് അടക്കം ചെയ്തു. മുഗൾ ചക്രവർത്തി ഔറംഗസേബ് 1707 മാർച്ച് 3 ഡെക്കാനിലെ അഹമ്മദ്നഗറിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തെ ദൗലത്താബാദിനടുത്ത് കുൽദാബാദിൽ സൂഫി സന്യാസി സൈൻ ഉദ്ദീൻ ഷിറാസിയുടെ ശവകുടീരത്തിനടുത്താണ് അടക്കം ചെയ്തത്. ഔറംഗസേബിന്റെ മരണത്തോടെ മുഗൾ സാമ്രാജ്യത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. ഇത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. മുഗൾ രാജത്വത്തിന്റെ അടിസ്ഥാനപരമായ തത്വം എന്തായിരുന്നു? ശരിയത്ത്, ഖുറാനും ഹദീസും ചേർന്ന പേര്. മുഗൾ രാജത്വത്തിന്റെ അടിസ്ഥാനപരമായ തത്വം ശരിയത്ത് ആയിരുന്നു. ഇത് ഇസ്ലാമിക നിയമങ്ങളുടെ സംഹിതയാണ്. ഖുറാനും പ്രവാചകന്റെ വാക്കുകളും പ്രവർത്തികളുമായ ഹദീസും ചേർന്നതാണ് ശരിയത്ത്. എന്നാൽ മുഗൾ ചക്രവർത്തിമാർ, പ്രത്യേകിച്ച് അക്ബർ, ഭരണപരമായ കാര്യങ്ങളിൽ ശരിയത്തിന് പുറത്തുള്ള തീരുമാനങ്ങളും എടുത്തിരുന്നു. മുഗൾ ഭരണത്തിൽ മന്ത്രിസഭയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദം എന്തായിരുന്നു? വിസാറത്ത്. മുഗൾ ഭരണത്തിൽ മന്ത്രിസഭയെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തെ സൂചിപ്പിക്കാൻ വിസാറത്ത് എന്ന പദം ഉപയോഗിച്ചിരുന്നു. ഇത് ഭരണം, ധനകാര്യം, സൈന്യം തുടങ്ങിയ പ്രധാന വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. വിസാറത്തിന്റെ തലവൻ സാധാരണയായി വക്കീൽ അല്ലെങ്കിൽ ദിവാൻ-ഇ-കുൽ ആയിരുന്നു. മുഗൾ ഭരണത്തിൽ പ്രധാനമന്ത്രിയുടെ പദവി എന്തായിരുന്നു? വക്കീൽ. മുഗൾ ഭരണത്തിൽ വക്കീൽ അല്ലെങ്കിൽ വക്കീൽ-ഇ-മുത്ലഖ് എന്ന പദം പ്രധാനമന്ത്രിയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഈ പദവിക്ക് വലിയ അധികാരങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ചക്രവർത്തിയുടെ അഭാവത്തിൽ ഭരണപരമായ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അക്ബറിന്റെ ഭരണത്തിന്റെ ആദ്യകാലങ്ങളിൽ ബൈറാം ഖാൻ ഒരു വക്കീലായി വലിയ അധികാരം പ്രയോഗിച്ചിരുന്നു. അക്ബർ തന്റെ ഭരണത്തിന്റെ 8ാം വർഷത്തിൽ കേന്ദ്രഭരണം കൈകാര്യം ചെയ്യാൻ സ്ഥാപിച്ച പുതിയ പദവി എന്തായിരുന്നു?
ദിവാൻ-ഇ വിസാറത്ത് ഇ-കുൽ. അക്ബർ തന്റെ ഭരണത്തിന്റെ 8ാം വർഷത്തിൽ AD 1564 കേന്ദ്രഭരണം കാര്യക്ഷമമാക്കുന്നതിനായി ദിവാൻ-ഇ വിസാറത്ത് ഇ-കുൽ എന്ന പുതിയ പദവി സ്ഥാപിച്ചു. ഇത് പ്രധാനമായും സാമ്പത്തിക, വരുമാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതായിരുന്നു. ഈ നീക്കം വക്കീലിന്റെ അധികാരങ്ങൾ കുറക്കാനും സാമ്പത്തിക ഭരണത്തിൽ കൂടുതൽ കേന്ദ്രീകരണം കൊണ്ടുവരാനും സഹായിച്ചു. ഔറംഗസേബിന്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ കാലം 31 വർഷം ദിവാനായി സേവനമനുഷ്ഠിച്ചത് ആരായിരുന്നു? അസദ് ഖാൻ. ഔറംഗസേബിന്റെ ഭരണകാലത്ത് അസദ് ഖാൻ ഏകദേശം 31 വർഷത്തോളം ദീർഘകാലം ദിവാനായി സേവനമനുഷ്ഠിച്ചു. അദ്ദേഹത്തിന്റെ കാലയളവ് മുഗൾ സാമ്പത്തിക ഭരണത്തിന്റെ സ്ഥിരതയുടെ ഒരു പ്രധാന ഘട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണപരിചയവും കാര്യക്ഷമതയും സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക നില നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. മുഗൾ ഭരണത്തിൽ മീർബഷി-യുടെ പങ്ക് എന്തായിരുന്നു? സൈനിക വകുപ്പിന്റെ തലവൻ. മുഗൾ ഭരണത്തിൽ മീർബഷി സൈനിക വകുപ്പിന്റെ തലവനായിരുന്നു. സൈനികരെ നിയമിക്കുക, അവരുടെ ശമ്പളം നൽകുക, മൻസബ്ദാർമാരുടെ പട്ടിക പരിപാലിക്കുക, കുതിരകളെയും ആനകളെയും പരിശോധിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ചക്രവർത്തിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുകയും സൈന്യത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുകയും ചെയ്തു. മുഗൾ ഭരണപരമായ പദാവലിയിൽ മാൽ എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിച്ചിരുന്നത്? ഭൂമി വരുമാനം. മുഗൾ ഭരണപരമായ പദാവലിയിൽ മാൽ എന്ന വാക്ക് പ്രധാനമായും ഭൂമിയിൽ നിന്നുള്ള വരുമാനത്തെ അല്ലെങ്കിൽ ഭൂനികുതിയെയാണ് സൂചിപ്പിച്ചിരുന്നത്. മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നായിരുന്നു ഇത്. ഈ വരുമാനം സാമ്രാജ്യത്തിന്റെ സൈനിക, ഭരണപരമായ ചെലവുകൾക്ക് ഉപയോഗിച്ചു. മുഗൾ ഭരണത്തിൽ ഒരു മുസ്തൗഫി-യുടെ ധർമ്മം എന്തായിരുന്നു? ഓഡിറ്റർ, പരിശോധകൻ. മുഗൾ ഭരണത്തിൽ മുസ്തൗഫി ഒരു ഓഡിറ്ററുടെ ധർമ്മമാണ് നിർവഹിച്ചിരുന്നത്. പ്രധാനമായും സാമ്പത്തിക രേഖകൾ, വരവ് ചെലവ് കണക്കുകൾ എന്നിവ പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല. ധനകാര്യ വകുപ്പിൽ ദിവാന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു മുസ്തൗഫി. മുഗൾ ഭരണത്തിൽ മുഷ്രിഫ് എന്ന ഉദ്യോഗസ്ഥന്റെ ചുമതല എന്തായിരുന്നു? കണക്കെഴുത്തുകാരൻ. മുഗൾ ഭരണത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായിരുന്നു മുഷ്രിഫ്. സാമ്പത്തിക കാര്യങ്ങളും വരുമാനവും ചെലവും രേഖപ്പെടുത്തുന്നതും നിരീക്ഷിക്കുന്നതും അദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നു. ഭരണപരമായ സുതാര്യത ഉറപ്പാക്കുന്നതിൽ ഈ പദവിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. മുഗൾ ഭരണത്തിൽ മീറിബർ എന്ന ഉദ്യോഗസ്ഥന്റെ ചുമതല എന്തായിരുന്നു? വനമേധാവി. മുഗൾ ഭരണകാലത്ത് വനങ്ങളെയും അതിലെ വിഭവങ്ങളെയും നിയന്ത്രിച്ചിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു മീറിബർ. വനസംരക്ഷണം, മരംവെട്ട് നിയന്ത്രിക്കുക, വനങ്ങളിൽ നിന്നുള്ള വരുമാനം ശേഖരിക്കുക എന്നിവ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളായിരുന്നു. സാമ്പത്തികമായും പാരിസ്ഥിതികമായും ഈ പദവിക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. മുഗൾ ഭരണത്തിൽ മീറി ബഹർ എന്ന ഉദ്യോഗസ്ഥന്റെ ചുമതല എന്തായിരുന്നു? നാവികസേന മേധാവി. മുഗൾ ഭരണത്തിൽ നാവികസേനയുടെയും ജലഗതാഗതത്തിന്റെയും മേൽനോട്ടം വഹിച്ചിരുന്നത് മീറി ബഹർ ആയിരുന്നു. നദികളിലെയും സമുദ്രങ്ങളിലെയും വ്യാപാരവും സൈനിക നീക്കങ്ങളും സുഗമമാക്കുക എന്നതായിരുന്നു പ്രധാന ചുമതല. മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രതിരോധത്തിലും വ്യാപാരത്തിലും ഈ പദവി നിർണായകമായിരുന്നു. മുഗൾ ഭരണത്തിൽ വാഗിയ നവിസ് എന്ന ഉദ്യോഗസ്ഥന്റെ ചുമതല എന്തായിരുന്നു? വാർത്താലേഖകൻ. മുഗൾ സാമ്രാജ്യത്തിൽ ഭരണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തുകയും ചക്രവർത്തിയെ അറിയിക്കുകയും ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനായിരുന്നു വാഗിയ നവിസ്. ഇവരുടെ റിപ്പോർട്ടുകൾ ഭരണാധികാരികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കാൻ സഹായിച്ചു. ഇവർക്ക് പകരം പിന്നീട് കുഫിയ നവിസ് പോലുള്ള രഹസ്യ റിപ്പോർട്ടർമാരും നിലവിൽ വന്നു. മുഗൾ ഭരണത്തിൽ സവാനേഹ് നിഗർ എന്ന ഉദ്യോഗസ്ഥന്റെ ചുമതല എന്തായിരുന്നു? ചരിത്രകാരൻ, ജീവചരിത്രകാരൻ. മുഗൾ ഭരണത്തിൽ സവാനേഹ് നിഗർ എന്നത് പ്രധാനമായും ഔദ്യോഗിക സംഭവങ്ങൾ, ചരിത്രപരമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ജീവചരിത്രങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഭരണപരമായ തീരുമാനങ്ങളും പ്രധാന സംഭവങ്ങളും രേഖപ്പെടുത്തി ഭാവിയിലെ റഫറൻസുകൾക്കായി സൂക്ഷിക്കുക എന്നതായിരുന്നു ഇവരുടെ ധർമ്മം. ഇത് മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രരചനയ്ക്ക് വലിയ സംഭാവന നൽകി. മുഗൾ ഭരണത്തിൽ കുഫിയ നവിസ് എന്ന ഉദ്യോഗസ്ഥന്റെ ചുമതല എന്തായിരുന്നു? രഹസ്യ ലേഖകൻ. മുഗൾ ഭരണത്തിൽ ചക്രവർത്തിക്ക് രഹസ്യവിവരങ്ങൾ കൈമാറിയിരുന്ന ഉദ്യോഗസ്ഥരായിരുന്നു കുഫിയ നവിസ്. പ്രധാനമായും ചാരപ്രവർത്തനങ്ങളിലൂടെയും രഹസ്യ നിരീക്ഷണങ്ങളിലൂടെയും ശേഖരിക്കുന്ന വിവരങ്ങൾ ഇവർ റിപ്പോർട്ട് ചെയ്തു.
ഭരണകൂടത്തിന് എതിരായ ഗൂഢാലോചനകളും അഴിമതിയും തടയാൻ ഇത് സഹായിച്ചു. മുഗൾ ഭരണത്തിൽ ഹർക്കാര എന്ന ഉദ്യോഗസ്ഥന്റെ ചുമതല എന്തായിരുന്നു? വാക്കാൽ വിവരങ്ങൾ കൈമാറുന്ന ദൂതൻ, വാർത്താവാഹകൻ. മുഗൾ ഭരണകാലത്ത് ഹർക്കാരമാർ പ്രധാനമായും ദൂതന്മാരായും രഹസ്യവിവരങ്ങൾ ശേഖരിക്കുന്നവരായും പ്രവർത്തിച്ചു. ഇവർ വാക്കാൽ വിവരങ്ങൾ കൈമാറുകയും ചിലപ്പോൾ ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. തപാൽ സംവിധാനത്തിന്റെയും വിവരവിനിമയത്തിന്റെയും പ്രധാന ഭാഗമായിരുന്നു ഇവർ. മുഗൾ ഭരണത്തിൽ മുഹസിബ് എന്ന ഉദ്യോഗസ്ഥന്റെ പങ്ക് എന്തായിരുന്നു? പൊതുപെരുമാറ്റ പരിശോധനാ വിഭാഗം മേധാവി. മുഗൾ സാമ്രാജ്യത്തിൽ സാമൂഹിക സദാചാരം, നിയമങ്ങൾ, പൊതുജനങ്ങളുടെ പെരുമാറ്റം എന്നിവ നിരീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു മുഹസിബ്. അളവുതൂക്കങ്ങൾ പരിശോധിച്ച് കൃത്രിമം തടയുക, മദ്യപാനം പോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നിവയും ഇവരുടെ ചുമതലയായിരുന്നു. ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും ഇവർക്ക് വലിയ പങ്കുണ്ടായിരുന്നു. വേശ്യകൾക്കായി ഷൈദാൻപുരി എന്നൊരു വാസസ്ഥലം സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ആരായിരുന്നു? അക്ബർ. മുഗൾ ചക്രവർത്തി അക്ബറാണ് വേശ്യകൾക്കായി ഷൈദാൻപുരി എന്നറിയപ്പെടുന്ന ഒരു വാസസ്ഥലം ഡൽഹിയുടെ പ്രാന്തപ്രദേശത്ത് സ്ഥാപിച്ചത്. നഗരത്തിലെ ക്രമസമാധാനം നിലനിർത്താനും വേശ്യാവൃത്തി നിയന്ത്രിക്കാനുമായിരുന്നു ഈ നടപടി. ഇത് അക്ബറിന്റെ സാമൂഹിക പരിഷ്കരണ ശ്രമങ്ങളിലൊന്നായി പല ചരിത്രകാരന്മാരും ചൂണ്ടിക്കാണിക്കുന്നു. മൻസബ്ദാരി സമ്പ്രദായം അവതരിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരായിരുന്നു? അക്ബർ. മുഗൾ ചക്രവർത്തി അക്ബർ തന്റെ ഭരണകാലത്ത് സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ ഏകീകരിക്കാനായി അവതരിപ്പിച്ച ഒരു ഭരണപരമായ സമ്പ്രദായമാണ് മൻസബ്ദാരി. ഇത് സൈനികരെയും ഉദ്യോഗസ്ഥരെയും റാങ്കുകളായി തിരിച്ച ഒരു പദവി സമ്പ്രദായമായിരുന്നു. സാമ്പത്തികമായും സൈനികമായും ഇത് മുഗൾ സാമ്രാജ്യത്തിന് വലിയ ശക്തി നൽകി. അക്ബർ മൻസബ്ദാരി സമ്പ്രദായത്തിൽ ഏത് ഇരട്ട സമ്പ്രദായമാണ് അവതരിപ്പിച്ചത്? സാത്തും സവാറും. മൻസബ്ദാരി സമ്പ്രദായത്തിലെ സാത്ത് എന്നത് ഒരുദ്യോഗസ്ഥന്റെ വ്യക്തിഗത റാങ്കിനെയും ശമ്പളത്തെയും സൂചിപ്പിക്കുന്നു. സവാർ എന്നത് അയാൾക്ക് നിലനിർത്താൻ കഴിയുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെയും എണ്ണത്തെ സൂചിപ്പിക്കുന്നു. ഇത് മുഗൾ സാമ്രാജ്യത്തിലെ ഭരണപരമായതും സൈനികവുമായ ഒരു റാങ്കിംഗ് സമ്പ്രദായമായിരുന്നു. മുഗൾ ഭരണത്തിൽ ഒരു രാജകുമാരൻ നൽകുന്ന ഉത്തരവിനെ എന്താണ് വിളിച്ചിരുന്നത്? നിഷാൻ. മുഗൾ ഭരണത്തിൽ ചക്രവർത്തി നേരിട്ട് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ പർമാൻ എന്നറിയപ്പെട്ടു. എന്നാൽ രാജകുമാരന്മാരോ പ്രധാനമന്ത്രിമാരോ പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് നിഷാൻ എന്നു പറയും. ഇത് ഭരണപരമായ കാര്യങ്ങളിൽ വ്യക്തമായ അധികാരശ്രേണി നിലനിർത്തിയിരുന്നു. മുഗൾ ഭരണത്തിൽ ഒരു രാജകീയ ഉത്തരവിനെ എന്താണ് വിളിച്ചിരുന്നത്? പർമാൻ. മുഗൾ സാമ്രാജ്യത്തിൽ ചക്രവർത്തി നേരിട്ട് പുറപ്പെടുവിക്കുന്ന ഔദ്യോഗിക ഉത്തരവുകളെയാണ് പർമാൻ എന്ന് വിളിച്ചിരുന്നത്. ഈ ഉത്തരവുകൾക്ക് പരമോന്നത നിയമപരമായ സാധുതയുണ്ടായിരുന്നു. അവ ഭരണപരമായ കാര്യങ്ങൾക്കും നയപരമായ തീരുമാനങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. അൽ തങ്ക ജാഗിർ എന്ന തരം ജാഗിർ ആരുടെ ഭരണകാലത്താണ് അവതരിപ്പിച്ചത്? ജഹാംഗീർ. അൽ തങ്ക ജാഗിർ എന്നത് മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ ഭരണകാലത്ത് അവതരിപ്പിച്ച ഒരു പ്രത്യേകതരം ഭൂമി അനുവദിക്കലാണ്. ഈ ജാഗിറുകൾ സാധാരണ ജാഗിറുകളിൽ നിന്ന് വ്യത്യസ്തമായി കൈമാറ്റം ചെയ്യപ്പെടാത്തതും അവകാശികൾക്ക് കൈമാറാൻ കഴിയുന്നതുമായിരുന്നു. ഇത് ഭരണാധികാരികളോടുള്ള കൂറ് ഉറപ്പാക്കാൻ സഹായിച്ചു. അക്ബർ അവതരിപ്പിച്ച സ്വർണ്ണനാണയം എന്താണ് അറിയപ്പെട്ടിരുന്നത്? മുഹർ. മുഗൾ ചക്രവർത്തി അക്ബർ നിരവധി നാണയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അവതരിപ്പിച്ച ഒരു പ്രധാന സ്വർണ്ണനാണയമായിരുന്നു മുഹർ. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും വ്യാപാരബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഈ നാണയങ്ങൾ സഹായിച്ചു. അക്ബർ അവതരിപ്പിച്ച ഏറ്റവും വലിയ സ്വർണ്ണനാണയം ഏതായിരുന്നു? ഷംസാബ്. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ കാലഘട്ടത്തിൽ അവതരിപ്പിച്ച ഏറ്റവും വലിയ സ്വർണ്ണനാണയമായിരുന്നു ഷംസാബ്. ഇത് വലിയ സാമ്പത്തിക ഇടപാടുകൾക്കും രാജകീയ ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു. അക്ബറിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി ഇത് പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു. അക്ബർ പുറത്തിറക്കിയ മറ്റൊരു സ്വർണ്ണനാണയം എന്തായിരുന്നു? ഇലാഹി. അക്ബറിന്റെ ദിൻ-ഇ-ഇലാഹി മതവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു സ്വർണ്ണനാണയമാണ് ഇലാഹി. ഇത് മുഹറിനേക്കാൾ മൂല്യം കുറഞ്ഞ ഒരു സ്വർണ്ണനാണയമായിരുന്നു. അക്ബറിന്റെ മതപരമായ പരിഷ്കാരങ്ങളെയും സാമ്പത്തിക നയങ്ങളെയും ഇത് പ്രതിഫലിക്കുന്നു. രൂപായ എന്ന വെള്ളിനാണയം ആരാണ് അവതരിപ്പിച്ചത്?
ഷേർ ഷാ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആധുനിക കറൻസിയുടെ അടിസ്ഥാനമായി കണക്കാക്കുന്ന രൂപായ എന്ന വെള്ളി നാണയം ആദ്യമായി അവതരിപ്പിച്ചത് ഷേർ ഷാ സൂരിയാണ്. 178 ഗ്രെയിൻ ഭാരമുള്ള ഈ നാണയം നൂറ്റാണ്ടുകളോളം വ്യാപാരത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. ഇന്നും ഇന്ത്യയുടെ കറൻസിയുടെ പേര് രൂപ എന്നായി തുടരുന്നു. അക്ബർ അവതരിപ്പിച്ച ചെമ്പ് നാണയം എന്താണ് അറിയപ്പെട്ടിരുന്നത്? ദാം. മുഗൾ ചക്രവർത്തി അക്ബറിന്റെ ഭരണകാലത്ത് അവതരിപ്പിച്ച ഒരു പ്രധാന ചെമ്പ് നാണയമായിരുന്നു ദാം. അക്ബറിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഇത്. സ്വർണം, വെള്ളി, ചെമ്പ് നാണയങ്ങളുടെ ഒരു ഏകീകൃത വ്യവസ്ഥ അദ്ദേഹം സ്ഥാപിച്ചു. ഒരു വെള്ളി രൂപ ഒരു ഡസൻ ദാമുകൾക്ക് തുല്യമായി കണക്കാക്കിയിരുന്നു. ഇൽതുമിഷ് അവതരിപ്പിച്ച ചെമ്പ് നാണയം ഏതായിരുന്നു? ജിദൽ. ദില്ലി സുൽത്താനത്തിലെ പ്രമുഖ ഭരണാധികാരിയായിരുന്ന ഇൽതുമിഷ് തങ്ക, വെള്ളി നാണയം, ജിദൽ, ചെമ്പ് നാണയം എന്നിവ ഉൾപ്പെടെയുള്ള ഒരു പുതിയ നാണയ സമ്പ്രദായം അവതരിപ്പിച്ചു. ഈ നാണയങ്ങൾ സുൽത്താനത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും വ്യാപാരത്തിനും വലിയ സംഭാവന നൽകി. ഇൽതുമിഷിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ഭാഗമായിരുന്നു ഇത്. ജഹാംഗീർ അവതരിപ്പിച്ച ചെമ്പുനാണയം ഏത്? നിസാർ. ജഹാംഗീറിന്റെ ഭരണകാലത്ത് സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമായി പുറത്തിറക്കിയ ഒരു ചെമ്പുനാണയമാണ് നിസാർ. മുഗൾ സാമ്രാജ്യത്തിലെ നാണയ സമ്പ്രദായത്തെക്കുറിച്ചും സാമ്പത്തിക നയങ്ങളെക്കുറിച്ചുമുള്ള പഠനത്തിന് ഇത് പ്രധാനമാണ്.